ഹലോ ഡിയർ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ 250 ജോഡി ആയില്ലെന്ന് ചോദിക്കുക. 250 ജോഡി ആവാനായിട്ട് ഇനി 2 ജോഡിയും കൂടെ വേണമെന്ന് പറയും കേട്ടോ. അപ്പോഴാണ് നമ്മുടെ മാഷ് ഇങ്ങനെ ഇത് ആരാ വന്നിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ സച്ചിയെ നോക്കുന്നത്. അപ്പോൾ ഇതാരാണെന്ന് ചോദിക്കുക. അതെൻ്റെ ഒരു കൂട്ടുകാരനാണെന്ന് പറയും കേട്ടോ. എന്നാൽ ഇവൻ്റെ ഒരു കല്യാണം കൂടെ നടത്ത്, അപ്പോഴത്തേക്കിനും ഒരു ജോഡിയും കൂടെ തികയുമല്ലോ എന്നിങ്ങനെ പറയുവേ. അപ്പോൾ നമ്മുടെ സച്ചി പറയും, അയ്യോ സാറേ എൻ്റെ കല്യാണം കഴിഞ്ഞതാണെന്ന് പറയേ. അതിനിപ്പോൾ എന്താടോ, ഒരു കല്യാണം കൂടെ ഒന്നുകൂടെ കഴിക്കുമെന്ന് പറയേ. ഒരു കല്യാണം കഴിച്ചപ്പോഴേ ഇവിടെ ഓട്ടമില്ലാത്ത ഓട്ടോ പോലെയായി, ഇനി ഒന്നും കൂടെ വേണ്ട സാർ. ഫ്രീ ആയിട്ട് റോസ് കൊടുക്കുന്നു പറയും. ഈ കേരളം മുഴുവൻ ഇവിടെ ഒഴുകി വെത്തു എന്നിങ്ങനെ സച്ചി പറയുവേ. എടാ അനൂപേ, കല്യാണത്തിന് 250 ജോഡി ആയില്ലെങ്കിൽ എൻ്റെ സ്വഭാവം നീ അറിയും, നിൻ്റെ എല്ലൂരും ഞാൻ. 250 പേർക്കുള്ള മാലയൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ അല്ലേന്ന് ഇങ്ങനെ ചോദിക്കുക. റെഡി ആയിട്ടുണ്ട് സാർ, എന്നാലും ഒരു പ്രശ്നമുണ്ട്. മണിക്കുട്ടൻ എന്ന് പറഞ്ഞ ആളെയാണ് പൂമാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അവൻ 2 ദിവസമായിട്ട് ഫോൺ എടുക്കുന്നില്ല. നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് അവൻ ഒളിച്ചോടിയുന്നൊരു ധ്വനിയുണ്ട്. ഇനിയിപ്പോൾ പൂക്കടയുടെ പൂവിൻ്റെ മാലയുടെ കാര്യം ചെറിയൊരു ഡൗട്ടിലാണ് നിൽക്കുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ മെയിനായിട്ടുള്ള ആൾ എണീച്ചിട്ട് നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനൂപനിട്ട് തല്ലാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. അവൻ ആ പെണ്ണിനായിട്ട് ഹണിമൂൺ ആഘോഷിക്കാൻ പോയിരിക്കുകയായിരിക്കും. നോക്കിക്കോ, ഇതെൻ്റെ പ്രസ്റ്റീജിൻ്റെ പ്രശ്നമാണ്. ആ സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലേ നിന്നൊന്നും ഞാൻ വെറുതെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞിട്ട് കോളറിന് പിടിക്കുന്നുണ്ട് അനൂപിൻ്റെ. അപ്പം അനൂപ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അനൂപേ, അവരെ ഇങ്ങനെ നമ്മുടെ കല്യാണത്തിന് കൊണ്ടുവരുവാണെങ്കിൽ ഒരു ജോഡിനും കൂടെ കിട്ടത്തില്ലായിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും അവർ പറയും അവർ പ്രണയത്തിലായിരുന്നു. ഇപ്പം നാട്ടുകാരെല്ലാം അറിഞ്ഞിട്ട് അവിടെ കല്യാണത്തിന് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും അവർ ഓടിപ്പോയത് എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ദേഷ്യത്തോടെയാണ് കോളറിനൊക്കെ പിടിച്ചിരുന്നത് ഇങ്ങനെ വിട്ട് മാറ്റി നിർത്തുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കിന് ഇനിയിപ്പോൾ 2 ദിവസം കൂടെ ഉള്ളൂ കല്യാണത്തിന്. ഇനിയിപ്പോൾ മാല കെട്ടാനായിട്ട് ആരെ ഏൽപ്പിക്കും, അതും 500 മാല എന്നൊക്കെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആകപ്പാടെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അനൂപ് പറയാം, എടാ സച്ചി, നിൻ്റെ ഭാര്യ മാല കെട്ടുന്നില്ലേ? മാല കെട്ടുന്നുണ്ടല്ലോ സാറേ, ഇവൻ്റെ ഭാര്യ മാല കെട്ടും. എന്നിട്ട് എടാ സച്ചി, മറ്റന്നാൾ രാവിലത്തേക്ക് 500 മാല കെട്ടിത്തരാവോ എന്നിങ്ങനെ ചോദിക്കുക. എന്നിട്ട് ഇങ്ങനെ സച്ചി ഇങ്ങനെ ആലോചിക്കും കേട്ടോ. എന്നിട്ട് പറയേ, കെട്ടിത്തരാം സാറിന് ഇങ്ങനെ പറയുക. അനിയ, വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. 500 മാല കെട്ടിത്തരാൻ പറ്റുമല്ലോ അല്ലേ എന്നിങ്ങനെ ഒന്നുകൂടെ എടുത്ത് ചോദിക്കുന്നുണ്ട്. അനൂപേ, ഇപ്പോൾ 25,000 രൂപ എടുത്തോണ്ട് വന്നിങ്ങനെ പറയുവേ. മാല കറക്റ്റ് സമയത്തിന് തന്നെ എത്തുമല്ലോ. അന്നേരം നമ്മുടെ സച്ചി പറയും, എൻ്റെ മാല കെട്ടാൻ എൻ്റെ വൈഫ് മാല കെട്ടാൻ ഭയങ്കര ഫേമസ് ആണ്, അതുകൊണ്ട് അവിടെ തീർച്ചയായിട്ടും കെട്ടിത്തരും. കറക്റ്റ് 9 മണിക്കുള്ളിൽ തന്നെ മാല അവിടെ എത്തും എന്നിങ്ങനെ പറയുവേ. മാല കൊണ്ടുവന്നാൽ നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ പറയണ്ടല്ലോ എന്നിങ്ങനെ പറയുവേ. ഇതാ സാറിന് പറഞ്ഞിട്ട് 25,000 രൂപ കൊണ്ടുവന്ന് കൊടുക്കുവേ. ഇതാ സച്ചിയുടെ കൊടുത്തിട്ട് പറയുവേ. ഇതാ 25,000 രൂപയുണ്ട്, ഇത് അഡ്വാൻസ് ആയിട്ട് വെച്ചോ, ബാക്കിയൊക്കെ പിന്നെ എന്നിങ്ങനെ പറയുക. അപ്പം സച്ചിയുടെ കയ്യിൽ പൈസ കിട്ടുമ്പോഴത്തേക്കിനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് മറ്റേ ആളോട് പറയുക, എടാ പെട്ടെന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറയാം. ഓക്കെ സാറിന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവുകയാണേ. എടാ അനൂപേ, വളരെ നന്ദിയുണ്ട്, നല്ലൊരു അഡ്വാൻസ് എനിക്ക് തന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിയൊക്കെ പറയുവേ. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അയാളുടെ കാര്യം മനസ്സിലായല്ലോ. കറക്റ്റ് സമയത്തിന് മാല എത്തിച്ചില്ലെങ്കിൽ നമുക്ക് 2 ആൾക്കും നാട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല എന്നിങ്ങനെ പറയും കേട്ടോ. അതൊക്കെ എനിക്കറിയാം എന്ന് സച്ചിയും പറയുക. കറക്റ്റ് സമയത്തിന് എത്തിച്ചിരിക്കുമെന്ന് പറയും കേട്ടോ. എന്നിട്ട് ആ സന്തോഷത്തിൽ സച്ചി ഇങ്ങനെ പെട്ടെന്ന് വീട്ടിലേക്ക് വന്ന് കയറുവാണ്. അപ്പോൾ അച്ഛൻ അതേ വരുന്നൊന്നും കാണുന്നില്ല കേട്ടോ. അച്ഛനെ തട്ടി ഇടുന്നുണ്ട് കേട്ടോ. നീ ഇതെന്താ കാണിക്കുന്നത് എന്നൊക്കെ പറയേ. അച്ഛൻ പെട്ടെന്ന് ഞാൻ അങ്ങോട്ടേക്ക് പോയതാണ് എന്നൊക്കെ പറയേ. എന്താ കാര്യം ചോദിക്കാൻ. അച്ഛൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ കൈ കയറി പിടിക്കുവേ. അപ്പോൾ അച്ഛൻ അവളെ ഒന്ന് വിളിക്കുക എന്ന് പറയുക. എന്താ നീ വിളിച്ചാൽ നിൻ്റെ ഭാര്യ വരത്തില്ലെന്ന് ചോദിക്കും കേട്ടോ. അതല്ല അച്ഛാ, എനിക്ക് കുറച്ച് പ്രശ്നമുണ്ട്, ഞാൻ അവളുമായിട്ട് ശരിയില്ല, കുറച്ച് വഴക്ക് പിടിച്ചായിരുന്നു എന്നൊക്കെ പറയുവേ. അപ്പോൾ അച്ഛൻ വിളിക്കാൻ പറയും കേട്ടോ. എന്നിട്ട് അച്ഛനെ കൊണ്ട് ഇങ്ങനെ വിളിപ്പിക്കുവാണേ. നമുക്കറിയാലോ, സച്ചി പോകുന്ന സമയത്ത് കുറച്ച് പൈസ എടുത്തിട്ട് നമ്മുടെ രേവതി പറയുമല്ലോ, ഈ മനുഷ്യനോട് പറയാൻ വന്ന എന്നെ പറഞ്ഞാൽ മതി, പോയി മൃഗങ്ങളോട് സംസാരിച്ചാൽ മതിയായിരുന്നെന്ന് പറയുമ്പം സച്ചി എണ്ണിക്കൊണ്ടിരുന്ന പൈസ രേവതിക്ക് കൊടുത്തിട്ട് ബസ് കയറിയിട്ട് മൃഗശാലയിൽ പോകുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. ആ പ്രശ്നം എന്താണേലും ഉള്ളിൽ കിടക്കുവാണേ. അപ്പോഴത്തേക്കിനും അച്ഛനിങ്ങനെ വിളിക്കുക, രേവതി, മോളെ രേവതി വരുന്ന അച്ഛാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി ഇങ്ങോട്ടേക്ക് വരുവേ. എന്താ അച്ഛാ വിളിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കുക. അതാ ഇവൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയേ, അച്ഛാ മാലയ്ക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും അച്ഛൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ചോദിക്കണം, ഇത് ഞാൻ ഇവളോട് പറയണം അല്ലേ? മോളെ കേട്ടല്ലോ പറഞ്ഞത്, മാലയ്ക്ക് ഓർഡർ വന്നിട്ടുണ്ട്. കേട്ടു അച്ഛാ. മാല എത്ര എണ്ണം വേണമെന്നും എന്ത് ഓർഡറിനാണെന്നും കല്യാണത്തിനോ മറ്റു വിശേഷത്തിനാണോ എന്നൊക്കെ എത്ര എണ്ണം വേണമെന്നൊക്കെ ഇങ്ങനെ പറയാം അച്ഛാ എന്നിങ്ങനെ രേവതി പറയുവേ. അപ്പോൾ അച്ഛൻ പറയേ, ഇത് ഞാൻ ഇവനോട് ഇങ്ങനെ പറയണം അല്ലേ? മോനെ കേട്ടല്ലോ, പറ.
ആ എത്ര മാലയാണ് വേണ്ടത് എന്നിങ്ങനെ ചോദിക്കുക. അപ്പം നമ്മുടെ സച്ചി ഇങ്ങനെ പറയുക 500 എന്നേ. 500ഓ? 500 കേൾക്കുമ്പോൾ അച്ഛനും ഞെട്ടും, നമ്മുടെ രേവതിയും ഞെട്ടി ഇങ്ങനെ നിൽക്കുവാണേ. അച്ഛാ ചുമ്മാ കളിക്കാതെന്ന് പറയാം അച്ഛാ. ചുമ്മാ കളിക്കാതെടാ. പിന്നെ ഞാനിവിടെ കളിച്ചോണ്ട് നിൽക്കല്ലേ, 500 എണ്ണത്തിന് ഓർഡർ പിടിച്ച് വെച്ചിട്ട് നിൽക്കുകയാണ് ഇവിടെ. അല്ല, ഈ 500 മാലയ്ക്ക് ആര് മേടിക്കാനാടാ? എൻ്റെ ഫ്രണ്ട് അറിയത്തില്ലേ അനൂപ, അവൻ മുഖാന്തരം കിട്ടിയ ഒരു ഓർഡറാണ്. അവരൊരു സമൂഹ വിവാഹം നടക്കുന്നുണ്ട്. 500 പേർക്ക് വേണം. 250 ജോഡിയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. ഇതാ പൈസ, ഇതാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കവറിൽ നിന്ന് പൈസയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛൻ്റെ മുഖവും രേവതിയുടെ മുഖമൊക്കെ ഒന്ന് വിരിയുവേ. എന്നിട്ട് ഇങ്ങനെ പൈസ മുഴുവൻ നീട്ടിയിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് കാണിക്കും കേട്ടോ. ഇതാ അച്ഛൻ വാങ്ങച്ചാന്ന് പറയാം. അപ്പോൾ അച്ഛൻ പറയും എനിക്ക് എന്തിനാ തരുന്നത്, അങ്ങോട്ടേക്ക് കൊടുക്കുക എന്ന് പറയും കേട്ടോ. എന്നിട്ട് അത് അച്ഛൻ കൊടുത്താൽ മതി എന്ന് പറയുക. എന്നിട്ട് സച്ചി അച്ഛൻ്റെ കൈ കൊടുക്കും കേട്ടോ. എന്നിട്ട് അച്ഛനാണ് രേവതിയുടെ കയ്യിലോട്ട് കൊടുക്കുന്നത്. മാലയ്ക്ക് മൊത്തം എത്ര രൂപ വരുമെന്ന് ചോദിക്കുക അച്ഛാന്നിങ്ങനെ ചോദിക്കുക. അന്നേരം നമ്മുടെ ഇങ്ങനെ രേവതി പറയുക, ഓരോ ദിവസവും ഒരു മാലയ്ക്ക് പല പല റേറ്റ് ആയിരിക്കും. വിശേഷ ദിവസങ്ങളിലേക്ക് വേറെ റേറ്റ് ആയിരിക്കും. ഓണത്തിന്, വിഷുവിന്, നവരാത്രിക്ക് അങ്ങനെയൊക്കെ വേറെ വേറെ റേറ്റ് ആയിരിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചി പറയാം, അതൊന്നും വേണ്ട, എനിക്ക് മൊത്തം മാലയ്ക്ക് എത്രയാവുമെന്ന് പറയാൻ പറയേ. എന്നിട്ട് എത്ര എണ്ണം വേണമെന്ന് ചോദിക്കുക. അപ്പോൾ രേവതി ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും അച്ഛൻ ചോദിക്കുക എത്ര എണ്ണം വേണമെന്ന് ഇങ്ങനെ ചോദിക്കുക. അന്നേരം സച്ചി ഇങ്ങനെ പറയുക 500 എണ്ണം എന്നേ. 500 എണ്ണോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും വീണ്ടും ഞെട്ടുവേ. ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കിയെന്നാൽ ഒരു മാലയ്ക്ക് 1000 രൂപ വരും. 500 മാലയ്ക്ക് 5 ലക്ഷം രൂപ. സമൂഹ വിവാഹത്തിന് എന്നല്ലേ പറഞ്ഞത്. അപ്പം നമ്മുടെ ലാഭത്തിൽ നിന്ന് കുറച്ച് കൊടുക്കാം. അപ്പോഴത്തേക്കും അച്ഛനിങ്ങനെ പറയാം, വലിയ ഓർഡറാണല്ലോ കിട്ടിയിരിക്കുന്നത് എന്ന് പറയാം. അന്നേരം സച്ചി പറയും, വലിയ ഓർഡറാണ്. ഒരുത്തൻ പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടിപ്പോയെന്നെങ്കിലും മോശം പേരാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത്രയും വലിയ ഓർഡർ കിട്ടി, നല്ല പേരാണ് അവർക്ക് വന്നത്. അച്ഛാ എപ്പോഴാണ് മാല കൊടുക്കേണ്ടതെന്ന് ചോദിച്ചെന്നിങ്ങനെ പറയുക. അച്ഛാ മറ്റന്നാൾ രാവിലെ 9 മണിക്കെങ്കിലും മാല കൊടുക്കണമെന്നിങ്ങനെ പറയുക. അപ്പം രേവതിയും സച്ചിയും കൂടെ പരസ്പരം അച്ഛ എന്ന് വിളിച്ച് കളിക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനും ഇങ്ങനെ രേവതി ഞെട്ടുവാണ്. അച്ഛാ മറ്റന്നാൾ രാവിലത്തേക്കിന് എങ്ങനെ 500 മാല കെട്ടി കൊടുക്കാൻ പറ്റും? അച്ഛാ അഡ്വാൻസ് മേടിച്ചു, ഇനിയിപ്പോൾ കൊടുത്തേ പറ്റുള്ളൂ. എൻ്റെ ഈശ്വര എന്നിങ്ങനെ രേവതി പറയുന്നുണ്ട്. അച്ഛാ അഡ്വാൻസ് മേടിക്കുന്നതിന് മുന്നേ എന്നോടൊന്ന് വിളിച്ച് ചോദിക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ അച്ഛനാന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയാം, അച്ഛാ പറ്റത്തില്ലെങ്കിൽ വേണ്ടെന്ന് പറ, ഞാൻ അഡ്വാൻസ് തിരിച്ചു കൊടുത്ത് പൈസയൊക്കെ തിരിച്ചു കൊടുത്തോളാം എന്നിങ്ങനെ പറയുവേ. അപ്പോൾ ഇങ്ങനെ രേവതി അയ്യോ എന്ന് വെക്കുവേ. വലിയൊരു ഓർഡർ കൊടുത്തപ്പോഴത്തേക്കിനും ഭയങ്കര ഡിമാൻഡ്. അപ്പോഴത്തേക്കിനും രേവതി പറയാം, അച്ഛാ ഞാൻ ചെയ്തോളാം എന്നിങ്ങനെ പറയാം. അപ്പോൾ അച്ഛനും സന്തോഷമാവും, സച്ചിക്കും ഇങ്ങനെ സന്തോഷമാക്കി സച്ചി ഇങ്ങനെ ചിരിക്കുവേ. കിട്ടിയ വലിയ ഓർഡർ കളയണ്ട, നാളെ രാവിലെ തന്നെ ചെന്നിട്ട് മാർക്കറ്റിൽ ചെന്നിട്ട് പൂക്കൾ മേടിക്കാൻ ഇങ്ങനെ രേവതി പറയുവാണേ. മേടിക്കാൻ പറയച്ചാ എന്നിങ്ങനെ സച്ചിയും പറയുവേ. അച്ഛാ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചിരുന്ന 500 മാല രാവിലത്തേക്ക് കെട്ടാൻ പറ്റത്തില്ല. എൻ്റെ അനിയത്തിയും കൂടെ ഒരു 5-6 പേരെയും കൂടെ നമുക്ക് ജോലിക്ക് നിർത്തേണ്ടതായിട്ട് വരും, അവർക്കും പൈസ കൊടുക്കണം. അപ്പോഴത്തേക്കിനും സച്ചി പറയാം, അവരെയൊക്കെ വിളിച്ചോളാൻ പറയച്ചാ. എന്നത്തേക്കിനും ശരി. അച്ഛനിങ്ങനെ നടുക്ക് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുവാണേ. അപ്പോൾ രേവതി ഇപ്പുറത്ത് നിന്നിട്ട് മാർക്കറ്റിൽ നിന്ന് പൂ കൊണ്ടുവരാൻ വണ്ടി വേണം. അച്ഛാ എൻ്റെ ഓട്ടോയ്ക്ക് 2-3 പ്രാവശ്യമായിട്ട് ഞാൻ കൊണ്ടുവരാം അച്ഛാ എന്നിങ്ങനെ പറയാം. അപ്പോൾ അച്ഛനിങ്ങനെ തലയായിട്ട് അതുകൂടാതെ പൂ കെട്ടി കഴിയുമ്പോൾ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകാനും വണ്ടി വേണം എന്നിങ്ങനെ രേവതി പറയുക. അപ്പോഴത്തേക്കിനും സച്ചി പറയും, എൻ്റെ വണ്ടിയിൽ ഒറ്റയടിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അപ്പോൾ നമുക്ക് വേറൊരു വണ്ടി വിളിക്കാം. അതും ഓക്കെ എന്നിങ്ങനെ സച്ചിയും പറയുക. അപ്പോൾ അച്ഛനിങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് തലയായിട്ട് കളിക്കുവാണ് കേട്ടോ. അച്ഛ അപ്പോൾ ശരി, പറഞ്ഞ സമയത്ത് തന്നെ 500 മാലയും കെട്ടിക്കൊടുക്കാൻ ഇങ്ങനെ രേവതി പറയുക ചിരിച്ചോണ്ടേ. അപ്പോൾ അച്ഛനും ചിരിക്കും കേട്ടോ, പിന്നെ സച്ചിയും ചിരിക്കുവേ. സച്ചി പറഞ്ഞത് കേട്ടല്ലോ എന്നിങ്ങനെ കൈ കൂപ്പിക്കൊണ്ട് രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇനി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണേ. പിന്നീട് നമ്മുടെ ശ്രുതിയും കൂടെ ഇങ്ങനെ നടന്നു വരുവാണ്. എന്നിട്ട് എൻ്റെ കാല് വയ്യ എന്നിങ്ങനെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്കൊരു ഓട്ടോ പിടിച്ച് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും ശ്രുതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ശ്രുതിൻ്റെ അടുത്ത്, ഓട്ടോയ്ക്ക് പിടിച്ച് പോകാൻ നിൻ്റെ അടുത്ത് കാശുണ്ടോ എന്ന് ചോദിക്കുക. എൻ്റെ കൈ കാശില്ല, നിൻ്റെ അടുത്തില്ലെന്ന് ചോദിക്കുക. എൻ്റെ അടുത്തും ഇല്ല, ഉണ്ട്, പക്ഷേ അതവിടെ ഇരിക്കട്ടെ എന്നിങ്ങനെ ശ്രുതി പറയും കേട്ടോ. ശ്രുതി പറയുവേ. അപ്പോഴത്തേക്കിനും ശ്രുതി ഇങ്ങനെ എനിക്ക് ഒട്ടും വയ്യ നടക്കാൻ എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയും പറയുന്നുണ്ട്. എൻ്റെ ശ്രുതി, നീ എവിടെയും പോകണ്ട, നീ ഇവിടെ കാനഡയ്ക്കൊന്നും പോകണ്ട, ഇവിടെ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുമോ എന്ന് നോക്കുക എന്നിങ്ങനെ പറയുവേ. എനിക്ക് കാനഡയിൽ ജോലി കിട്ടിയല്ലോ, പിന്നെന്താ, എന്നത്തേക്കിനും പോകാനായിട്ടുള്ള പൈസ എന്ന് പറയുവേ. പൈസ നിൻ്റെ അച്ഛൻ തരുമല്ലോ, നീ അച്ഛനോട് ചോദിക്കുകയെന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുവാണ്, നിനക്ക് നാണമില്ലായിരിക്കും, വീടിൻ്റെ ആധാരം മേടിക്കുന്നതിന് ഞാൻ അച്ഛനോട് കുറച്ച് പൈസ മേടിച്ചതാണ്, ഇനിയും ചോദിക്കുന്നത് മോശമാണ്, എൻ്റെ അച്ഛനാന്ന് പറഞ്ഞാലും എൻ്റെ അച്ഛനോട് എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല എന്നിങ്ങനെ ശ്രുതി പറയുവേ.
ആരാൻ്റെ വീട്ടിലെ ഭക്ഷണം കണ്ടിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് കൈ കഴുകരുത് എന്നിങ്ങനെ ശ്രുതി പറയും കേട്ടോ. അപ്പോൾ ശ്രുതിക്ക് ഇത് പറഞ്ഞത് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ലേ. എന്നിട്ട് ശ്രുതി അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും ശ്രുതി പിന്നാലെ ചെന്നിട്ട് പറയുവേ, നീ എന്താ കാര്യം പറഞ്ഞത്, അതും ഇതും തമ്മിൽ എന്താ ബന്ധം, ഞാൻ കാനഡയ്ക്ക് പോകുമല്ലേ, നിൻ്റെ അച്ഛനോട് നീ ഒരു പൈസ ചോദിക്കുക എന്നിങ്ങനെ പറയും. വീണ്ടും ശ്രുതിയെ ഒന്നും അറിയാൻ വയ്യാത്ത പോലെ. അപ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതി പറയും, നിന്നോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നിനക്കൊന്നും മനസ്സിലാവത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ശ്രുതിക്കങ്ങ് ദേഷ്യം വന്നിട്ട് നടന്നു പോവുകയാണേ. നീ എന്തായി പറയുന്നത്, ഒരു നല്ല ജോലി കണ്ടെത്താൻ നീ തന്നെയല്ലേ പറയുന്നത്, ഇപ്പോൾ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അത് വേണ്ടെന്നും പറയുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുവാണേ, നീ ഏതൊക്കെയായാലും കാനഡയ്ക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ ജോലി ഇവിടെ ഈ നാട്ടിലല്ലേ, പിന്നെ നമ്മുടെ ഭാവി എന്താകും, അതുകൊണ്ടാണ് പറയുന്നതെന്ന് പറയുവേ. അപ്പോഴത്തേക്കും നീയും വാ അങ്ങോട്ടേക്ക്, അപ്പോഴത്തേക്കും നമുക്ക് അവിടെ ഒന്നിച്ച് ഫാമിലിയായിട്ട് ജീവിക്കാമല്ലോ എന്നൊക്കെ പറയും കേട്ടോ. അതെങ്ങനെയാണ് ശ്രുതി, എനിക്ക് ഫാമിലിയും നാട്ടുകാരെയും ഒക്കെ വിട്ടിട്ട് നമ്മുടെ ബന്ധുക്കളെയും വീട്ടുകാരെയൊക്കെ വിട്ടിട്ട് എങ്ങനെയാണ് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത്, എനിക്ക് വരാൻ പറ്റില്ലെന്ന് പറയുവേ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അവിടെ കാനഡയ്ക്ക് പോകുന്നില്ല, ഞാൻ നാട്ടിലെവിടെയെങ്കിലും ഒരു ബിസിനസ് ചെയ്യാം, നിൻ്റെ അച്ഛനോട് പറഞ്ഞിട്ട് അതിനുള്ള പൈസ മേടിച്ച് തരാൻ പറയുക. അന്നേരത്തേക്ക് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ആദ്യം ശ്രുതി ഈ നാട്ടിലെവിടെയെങ്കിലും ഒരു 6 മാസത്തേക്കെങ്കിലും ജോലി കറക്റ്റായിട്ട് ചെയ്ത് കാണിച്ചാൽ അതിനുശേഷം നമുക്ക് ആലോചിക്കാം ഒരു ബിസിനസ്സിനെ പറ്റിയിട്ട്. അപ്പോൾ എനിക്ക് ബിസിനസ് നടത്താനുള്ള കഴിവില്ലെന്ന് പരോക്ഷമായിട്ട് പറഞ്ഞതല്ലേ നീ എന്നിങ്ങനെ ചോദിക്കുവേ. അതേ ഇങ്ങനെ ശ്രുതിയും പറയുക. ഒരു സ്ഥലത്ത് പോലും കറക്റ്റായിട്ട് ജോലി ചെയ്യാതെ ശ്രുതി ബിസിനസ്സും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് മുടക്കുന്നത്. എന്നിട്ട് അത് പൊട്ടിക്കഴിഞ്ഞാൽ ശ്രുതിക്ക് ഒന്നും ആവാത്ത പോലെ, ഒന്നും മനസ്സിലാകാത്ത പോലെ ചിരിച്ചുകൊണ്ട് മറ്റുള്ളവരെയും കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കും. ശ്രുതിക്ക് ഒരു കൂസലും ഉണ്ടാവത്തില്ല. കാരണം ശ്രുതി അധ്വാനിച്ചുണ്ടാക്കിയ പൈസയല്ലല്ലോ അത്, അധ്വാനത്തിൻ്റെ ഫലത്തിൽ നിന്ന് കിട്ടിയതല്ലല്ലോ ആ പൈസ. അതുകൊണ്ട് ആ കാര്യത്തിനെ പറ്റി ചിന്തിക്കേണ്ട എന്നിങ്ങനെ പറയുവേ. നീ എന്നെ പരിഹസിക്കുവാണോ എന്ന് ശ്രുതി ചോദിക്കേ. അപ്പോൾ നമ്മുടെ ശ്രുതി പറയേ, അതെങ്കിലും മനസ്സിലായല്ലോ, ശ്രുതിക്ക് കാശിൻ്റെ വില അറിയത്തില്ല, കാശിൻ്റെ വില അറിഞ്ഞെങ്കിൽ ബിസിനസ് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ശ്രുതി നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ടേ. കാശിൻ്റെ വില അറിയുമായിരുന്നെങ്കിലേ ശ്രുതിയുടെ അച്ഛൻ റിട്ടയർമെൻറ്റ് ചെയ്തപ്പോൾ കിട്ടിയ 50 ലക്ഷം രൂപ ഏതെങ്കിലും പെണ്ണിന് കൊടുത്ത് തൊലയ്ക്കുമായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുവേ. ശ്രുതി ഇങ്ങനെ പറഞ്ഞിട്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നടന്നു പോകും കേട്ടോ. അപ്പോഴത്തേക്കിനും ശ്രുതി ഇങ്ങനെ പുറകെ തന്നെ നിൽക്കുവാണ്, ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കിനും ശ്രുതി വീണ്ടും പുറകെ ചെന്ന് നിന്നിട്ട് തിരിച്ച് നമ്മുടെ ശ്രുതിയുടെ അടുത്ത് തന്നെ ചെല്ലുവേ. എന്നിട്ട് സോറി ശ്രുതി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണെന്നിങ്ങനെ പറയാം. അപ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതി സങ്കടത്തോടെ പറയാം, സച്ചി പല പ്രാവശ്യമായിട്ട് വീട്ടിലിങ്ങനെ പറയാറുണ്ട്, അപ്പം അതിനിടയ്ക്ക് ഇപ്പം നീയും അത് പറഞ്ഞു, സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് ശ്രുതി പെട്ടെന്ന് ശ്രുതിയുടെ അടുത്തുനിന്ന് പോകും കേട്ടോ. അപ്പോഴത്തേക്കിനും ശ്രുതി പുറകെ ചെന്നിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അമ്മായിയമ്മയ്ക്ക് ശ്രുതി ഇങ്ങനെ ഫേഷ്യൽ ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് ഇടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ, ഈ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ 5 വയസ്സ് കുറയുന്ന പോലെ തോന്നും, നല്ല ഫേസ് പാക്കാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മായിയമ്മേനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ സോപ്പൊക്കെ ഇടുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രീകാന്തും വർഷയും കിടന്ന് ഉറങ്ങുക കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ വർഷം ഇങ്ങനെ നന്നായിട്ട് കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ ശ്രീകാന്തിനാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കേട്ടോ. എന്താ ചോദിച്ചാൽ ഇങ്ങനെ കുളിര് കോരുവാണ്. അപ്പോൾ AC-യുടെ തണുപ്പ് കൂടിയത് കൊണ്ടാണ്. എന്നിട്ട് ശ്രീകാന്ത് എണീറ്റിട്ട് നമ്മുടെ AC നിർത്തും കേട്ടോ. അപ്പോഴത്തേക്കിനും വർഷ അത് AC ഇട്ടില്ലെങ്കിൽ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ലെന്നും പറഞ്ഞിട്ട് വർഷ എണീച്ചിട്ട് വീണ്ടും ഓൺ ചെയ്യുവേ. അങ്ങനെ എന്നാൽ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ശ്രീകാന്ത് വീണ്ടും AC ഓഫ് ചെയ്യും കേട്ടോ. വീണ്ടും ശ്രുതിയും വിട്ടു കൊടുക്കുന്നില്ല. എന്നിട്ട് രണ്ടാളും കൂടെ റിമോട്ടിന് അടിപിടിയാണ്. എന്നിട്ട് ഒരാൾ ഓൺ ചെയ്യും, ഒരാൾ ഓഫ് ചെയ്യും, ഒരാൾ ഓൺ ചെയ്യും, ഓഫ് ചെയ്യും. അങ്ങനെ രണ്ടാളും കൂടെ എണീച്ച് എന്നിട്ട് പിന്നെ വടക്ക് ബെഡിൽ നിന്ന് താഴെയായി കേട്ടോ. എന്നിട്ട് പിടിച്ച് നമ്മുടെ റിമോട്ടൊക്കെ താഴെ വീഴും. അതുപോലത്തേക്കിനും കറണ്ട് പോകും കേട്ടോ. ഒക്കെ രണ്ടുപേരും കൂടെ വീണ്ടും നീ കാരണം കറണ്ട് പോയത്, നീ കാരണം കറണ്ട് പോയെന്നും പറഞ്ഞ് വീണ്ടും രണ്ടുപേരും കൂടെ അടി പിടിക്കുവാണ്. പിന്നീട് നമ്മുടെ രേവതിയാണ് കാണിക്കുന്നത്. രേവതി ഇങ്ങനെ ഫാനൊക്കെ ഇട്ടിട്ട് തറയിൽ പായ വിരിച്ചിട്ട് കിടക്കുവാണ്. അപ്പോൾ കറണ്ട് പോയപ്പോഴത്തേക്കിനും രേവതിക്ക് അങ്ങനെ കിടക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്ത് ചൂടാ എന്ന് പറഞ്ഞിട്ട് കൊതുകൊക്കെ കടിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയും ചാടി എണീക്കുവാണ്. അപ്പോഴത്തേക്കിനും കറണ്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് ലൈറ്റ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാൻഡിലൊക്കെ എടുത്ത് കത്തിച്ചിട്ട് ക്യാൻഡിലും കത്തിച്ചുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങോട്ട് വരുമോ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ലൈറ്റും തെളിയിച്ചുകൊണ്ട് മേലെ നിന്ന് താഴോട്ട് വരുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും കൂടെ കൂട്ടിയിടിക്കാനായിട്ട് പോകും കേട്ടോ. അങ്ങനെ രണ്ടാളും കൂടെ മുഖത്തോട്ട് മുഖം നോക്കി നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.